സിനഡ് കഴിഞ്ഞിട്ടില്ല. സിനഡ് നാളെ ഉച്ചയോടുകൂടിയാണ് അവസാനിക്കുക. അതിനുശേഷം അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സിനഡാനന്തര സർക്കുലർ പുറപ്പെടുവിക്കും. അതിലൂടെയാണ് സിനഡിൻ്റെ മറ്റ് തീരുമാനങ്ങളൊക്കെ അറിയിക്കുക. ഇപ്പോൾ നമുക്ക് അറിയിക്കാനുള്ള തീരുമാനങ്ങൾ രണ്ടെണ്ണമാണ്. അത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് തറയിൽ പിതാവും ശംഷാബാദ് രൂപതയുടെ പുതിയ മെത്രാൻ അഭിവന്യ പ്രിൻസ് ആൻ്റണി പനങ്ങാടം പിതാവും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും സ്ഥാനാരോഹണ ചടങ്ങുകൾ അതാത് രൂപതകളിലെ സമയങ്ങൾ ക്രമങ്ങളൊക്കെ അനുസരിച്ച് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പുതിയ മെത്രാപ്പോലീത്തായെ ലഭിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായിരുന്ന അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവാണ് ചങ്ങനാശ്ശേരി അതിരൂപതയെ അഭിവന്യ പെരുന്തോട്ടം പിതാവിന് ശേഷം നയിക്കാൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയും അത് മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ അംഗീകാരം നേടി സിറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ നിയോഗിച്ചിരിക്കുന്നത്. രണ്ടാമതായി ശംഷാബാദ് രൂപതയുടെ മെത്രാനായിരുന്ന ഇപ്പോൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന് ശേഷം അഭിവന്യ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ശംഷാബാദ് രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരുണത്തിലാണ് ഈ സിനഡ് അഭിവന്യ മാർ പ്രിൻസ് ആൻ്റണി പനങ്ങാടം പിതാവിനെ ശംഷാബാദ് രൂപതയുടെ മെത്രാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ട് അതുല്യ പ്രതിഭകളാണ് തറയിൽ പിതാവും പനയങ്ങാടൻ പിതാവും എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ്. തറയിൽ പിതാവ് ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അതേസമയം പനയങ്ങാടൻ പിതാവ് ഒരു ബൈബിൾ പണ്ഡിതനാണ്. രണ്ടുപേരും ചേർന്ന് രണ്ട് രൂപതകളെ, ഒന്ന് അതിരൂപതയാണ് മറ്റൊന്ന് രൂപതയാണ്, അവരെ നയിക്കുമ്പോൾ തീർച്ചയായും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകൾ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് കാത്തിരിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനവും സന്തോഷവുമാണ് എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ചാരിതാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെയും അഭിവന്യ പിതാക്കന്മാർക്ക് രണ്ടുപേർക്കും, തോമസ് തറയിൽ പിതാവിനും അതോടൊപ്പം തന്നെ പ്രിൻസ് ആൻ്റണി പനങ്ങാടം പിതാവിനും ഏറ്റവും സ്നേഹത്തോടുകൂടെ സീറോ മലബാർ സഭയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. താങ്ക് യു.